ഉത്തരവാദിത്വം കൂടിയാണ്. രണ്ടാമതായിട്ട് കുട്ടികൾ എന്നുള്ളത് എൻ്റെ കുട്ടി, എൻ്റെ മാത്രം കുട്ടി, ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഈ കുട്ടി എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഒരു അസറ്റായിട്ട് കാണാം. എൻ്റെ മാത്രം ഒരു കുട്ടിയല്ല, ഈ ലോകത്തിൻ്റെ ഒരു പ്രജയായിട്ട് കാണാൻ കൂടെ രക്ഷിതാക്കളൊന്ന് വികസിച്ചാൽ കുട്ടികൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികാസം ഉണ്ടാവും. എൻ്റെ കുട്ടി അയാൾ ഏറ്റവും നന്നാവണം. അതിന് വേണ്ടിയിട്ട് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, ഈ വർഷം, കഴിഞ്ഞ സ്കൂൾ വർഷത്തിൽ ഈ മാഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരമ്മ തൻ്റെ കുട്ടിയുടെ കൂട്ടുകാരന് വിഷം കൊടുത്തു വന്നു. കാരണം എന്ത് വന്നാലും ആ കുട്ടിയാണല്ലേ എപ്പോഴും ഫസ്റ്റ്, അല്ലെങ്കിൽ ഇയാൾ സെക്കൻഡായി. അതാണ് വലിയ ഒരു പ്രശ്നം. അത് തൻ്റെ കുട്ടി ഫസ്റ്റ് ആവാം. ഇത് ഈ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യം. എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ. അതുപോലെ പിന്നൊന്ന്, കുട്ടികൾക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രക്ഷിതാക്കൾ അവർ തോന്നുന്നതും ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. എപ്പോൾ വരെ? ഒരു 10-12 വയസ്സ് വരെയൊക്കെ മാനേജ് ചെയ്യാം. അതുവരെ അവരെ ഇങ്ങനെ ലാവിഷായിട്ട് പാമ്പർ ചെയ്യും. കാരണം അവരുടെ ആവശ്യങ്ങൾ അത്രയ്ക്ക് ഉള്ളപ്പോൾ യാതൊരു പ്രയത്നം കൂടാതെ സാഠ്യം പിടിച്ചാൽ എല്ലാം കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ജീവിതത്തിൽ സ്വയം അധ്വാനിക്കാനായിട്ട് ശ്രമിക്കുക. സാഠ്യം പിടിച്ചാൽ മതി, ഇത് കിട്ടും. എത്രയോ കുട്ടികൾ ദാരുണമായിട്ട് അപകടത്തിൽപ്പെടുന്നത് നമ്മൾ നിത്യേന പത്രത്തിൽ കാണാം. +2 കഴിഞ്ഞു, ബൈക്ക് വേണം, കിട്ടിയില്ലെങ്കിൽ ഭീഷണിയായി. നിവൃത്തിയില്ലാണ്ട് കടം മേടിച്ചൊക്കെ സാധാരണ ജോലി ചെയ്യുന്ന രക്ഷിതാവ് പോലും മേടിച്ചു കൊടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം വഴി കിടക്കുന്ന നമ്മൾ കാണുന്നതാണ്. അവിടെ ഒരു പ്രധാന പോയിന്റ്, നമ്മുടെ സനാതന ധർമ്മ ശാസ്ത്രം അനുശാസിക്കുന്ന ഒന്നുണ്ട്. ഒരു 5 വയസ്സ് വരെ കുട്ടികൾക്ക് പരമാവധി സമയം രക്ഷിതാക്കൾ കൊടുക്കാൻ കഴിഞ്ഞെങ്കിലേ ആ കുട്ടികൾക്ക് ആ രക്ഷിതാവിനോടുള്ള മമത, സ്വത്വം എന്നുള്ളത് തോന്നും. ലാളന ആവശ്യമാണ്, പരിചരണം ആവശ്യമാണ്, എല്ലാ തരത്തിലുള്ള കെയറും ആവശ്യമാണ് ഒരു 5 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കുറേശ്ശെ ഒരു ബോധോദയം വന്നു തുടങ്ങുന്ന കാലത്ത്, ഒരു 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ശരിയായ ശിക്ഷണം ഒരു കുട്ടി കിട്ടിയിരിക്കണം. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. നമ്മൾ സ്കൂളിലേക്ക് അയച്ചു, ഇനിയൊക്കെ സ്കൂളിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് വിചാരിച്ച് കൈയൊഴിഞ്ഞിരുന്നപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ പെർഫോമൻസ് മാർക്ക്, അതല്ല മാനദണ്ഡം, അയാളുടെ ആന്തരികമായ വികാസം, അതായിരിക്കണം മാനം. എങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കുട്ടികൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നു, അതിനെങ്ങനെയാണ് സമൂഹത്തിൽ കഴിയുന്നുള്ള ശരിക്കുള്ള ട്രെയിനിങ്, ശിക്ഷണം. സംസ്കൃതത്തിൽ വിദ്യാഭ്യാസം എന്നുള്ളതിൻ്റെ വാക്ക് ശിക്ഷ എന്നാണ്. വേദങ്ങളുടെ ഒരു അംഗം ശിക്ഷ എന്നാണ്. ശിക്ഷ എന്നവിടെ പറയുന്നത് ശാസന എന്ന ധാതുവിൽ നിന്നാണ്. ശാസന എന്ന് പറഞ്ഞാൽ ശാസിക്കുക, ടു ഡിസിപ്ലിൻ എന്നാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. അവർക്ക് സമയം ഉണ്ടാവണം. അത് ദേഷ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ട്, അംഗീകാരം കൊണ്ട് സാധിക്കണം എന്ന് നമ്മുടെ വേദങ്ങൾ അനുശാസിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് പണ്ടൊക്കെ കുട്ടികളെ ഒരു 5-6 വയസ്സ് കഴിഞ്ഞാൽ അവരെ ഗുരുകുലത്തിലേക്കാക്കും. പിന്നെ രക്ഷിതാക്കളുടെ ഈ സ്നേഹവാത്സ്യങ്ങളല്ല അവരെ നയിക്കുന്നത്, ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിലാണ് അവർ വളർന്നത്. 5 വർഷമോ 10 വർഷമോ 12 വർഷത്തോ ശിക്ഷയ്ക്ക് ശേഷം അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും രാഷ്ട്രത്തിൻ്റെ, ലോകത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു ഗുരുകുലത്തിൻ്റെ പുറത്തിറങ്ങുമ്പോൾ. അങ്ങനെ ഗുരുകുലത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വിചാരിക്കുന്നത് പോലെ കേവലം പാഠ്യപുസ്തകങ്ങൾ പഠിക്കൽ മാത്രമായിരുന്നില്ല ഈ വിദ്യാഭ്യാസം. എല്ലാവർക്കും സംസ്കൃതമോ ഗ്രന്ഥങ്ങളോ മറ്റു വിഷയങ്ങളോ ഒക്കെ എടുത്ത് പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും. ഒരു കലാകാരനെ സംബന്ധിച്ച് അവന് A+B കോഴ്സ് കയറി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവന് അറിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അവനറിയേണ്ടത് അവൻ്റെ ആന്തരികമായ ഭാവനയെ എങ്ങനെ ആവിഷ്കരിക്കാമെന്നാണ്. അത് ചിത്രകാരനാണെങ്കിൽ ചിത്രത്തിലൂടെ, ഒരു നാട്യക്കാരനാണെങ്കിൽ നടനത്തിലൂടെ, നൃത്തക്കാരനാണെങ്കിൽ നൃത്തത്തിലൂടെ, അതേപോലെ ഒരു ശില്പിയാണെങ്കിൽ ശില്പത്തിലൂടെ. ഏത് പ്രകാരത്തിലും ഒരു മനുഷ്യന് അവൻ്റെ ആന്തരിക ഭാവനകളെ ആവിഷ്കരിക്കാനും അതിനെ വിപുലമാക്കാനും വികസിപ്പിക്കാനും സാധിക്കും. ഇത് ഓരോന്നും വിദ്യാഭ്യാസമാണ്. എന്തൊരു തരത്തിലുള്ള പ്രാക്ടീസും ഇതിന് നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള 4 നല്ല മാർക്ക് കിട്ടണ്ടേ,
പ്ലസ് ടുവിന് മാർക്ക് കിട്ടി തുറന്ന് പഠിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിനെ നമ്മൾ അതിനെ പഠിച്ചിട്ടുള്ളൂ. ഇത് അതിൻ്റെ കുറ്റമൊന്നുമല്ല, അവസ്ഥ ഇതാണ്. അവിടെയാണ് വിവേകാനന്ദ സ്വാമിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാമിജി പറഞ്ഞത്, ശരത്ചന്ദ്ര ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ചോദിക്കുന്നത്, സ്വാമിജി 120 വർഷം മുമ്പ് ഉള്ള അവസ്ഥയെക്കുറിച്ച് സ്വാമിജി പറയുന്നത് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും സ്വാമിജി ഇന്നത്തെ കാലത്തെ ഈ വിദ്യാഭ്യാസം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എന്താണ് കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്നത്? ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? അന്ന് സ്വാമിജി പറഞ്ഞു, ഒറ്റ പരിഹാരമുള്ളൂ, പഴയ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായം, ഗുരുകുല വിദ്യാഭ്യാസം. അവിടെ നമ്മൾ വിചാരിക്കുന്നവർ എല്ലാവരും വേദങ്ങളും ഉപനിഷത്തുകളും സാഹിത്യവും ഇതൊന്നും പഠിക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത്. ഒരു കാർപ്പൻ്റർ ദാരുകല, ദാരുശില്പം അത് പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്നത് അയാളുടെ വിദ്യാഭ്യാസമായിരുന്നു. ഒരു ബ്ലാക്ക് സ്മിത്ത്, ഒരു കൊല്ലപ്പണി പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്നത് അതിൽ നിന്നുണ്ടാകുന്ന വികാസനം അത് ഒരു വിദ്യാഭ്യാസമായിരുന്നു. ഒരു കർഷകൻ കുട്ടികളെ എങ്ങനെ കൃഷി ചെയ്യുന്നു, എങ്ങനെ നമ്മുടെ അതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു, അത് പഠിക്കുന്ന വിദ്യാഭ്യാസമാണ്. ഇതുപോലെ ഏത് മേഖലയിൽ ഒരു കഥകളിക്കാരൻ, ഒരു തുഴൽക്കാരൻ, ഒരു പാട്ടുകാരൻ, ഏത് മേഖല എടുത്തോളൂ, ഇതെല്ലാം ഇന്ന് ഈ സമൂഹത്തിന് അത്യന്താപേക്ഷിതങ്ങളാണ്. അന്നുമായിരുന്നു. അവനെയൊക്കെ നമ്മൾ തുടക്കം മുതലേ അത് തിന്നെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവസാനം അവനൊന്നും കൊള്ളാണ്ടാവും. അങ്ങനൊരു ഗതികേടിലാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു കുട്ടിയെ കൊണ്ടുവന്നു രക്ഷിതാക്കളുടെ. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. എൻട്രൻസ് എഴുതിയത് മെഡിസിന് കിട്ടാൻ വേണ്ടിയില്ല. പക്ഷെ മെഡിസിന് കിട്ടിയില്ല, പക്ഷേ എഞ്ചിനീയറിംഗിനാണ് കിട്ടാൻ പോകുന്നത്. ആ കുട്ടിക്ക് എഞ്ചിനീയറിംഗ് പോകേണ്ടത് ആവശ്യം, താല്പര്യം. രക്ഷിതാക്കൾ പറഞ്ഞു, എന്താണെങ്കിലും എൻട്രൻസ് എഴുതി കിട്ടിയതല്ലേ, മെഡിസിന് കിട്ടിയില്ലെങ്കിൽ എന്താ, നിങ്ങൾ പോവാം. അങ്ങനെ അതിനെ കൊണ്ടുപോയി പൈസ മുടക്കി ചേർന്നു. 1 വർഷം കഴിഞ്ഞു. ആ കുട്ടിക്ക് പഠിക്കാൻ അല്പം പോലും താല്പര്യമില്ല, പേപ്പറുകൾ കിട്ടുന്നില്ല, എല്ലാ സമയത്തും ഗ്ലൂമി ആയിട്ടിരിക്കണം. അപ്പോഴാണ് രക്ഷിതാക്കൾക്ക് വിഷമം, എന്താ ചെയ്യുന്നത്? അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ആളുകൾ ടാലൻ്റ്, കഴിവ്, ആ താല്പര്യം എന്താണോ അതിനെ വളർത്തുന്നതാണ് വിദ്യാഭ്യാസം. നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അത് അടിച്ചേൽപ്പിക്കുന്നത്, അതുകൊണ്ടങ്ങ് വളർന്നോണം എന്ന് പറയുന്നത് നമ്മുടെ വിഡിത്തമാണ്. ഇനിയും ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻട്രൻസ് ഒരു പ്രാവശ്യം എഴുതി പോയി, ഇത് കിട്ടി, എടുത്തു, പോട്ടെ, ഇനി എഴുതാമല്ലോ, താല്പര്യം വീണ്ടും പരിശ്രമിക്കാം, വീണ്ടും ജയിക്കാം. ഇനിയിപ്പോൾ നമ്മൾ എൻട്രൻസ് എഴുതി ഒരു ഡോക്ടറായി 50 ലക്ഷം രൂപ ശമ്പളം മേടിച്ചു ഡോക്ടർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യും. ഇതൊക്കെ കിട്ടുന്ന നല്ല കാര്യമുള്ളൂ. നമ്മുടെ വ്യക്തി എന്നുള്ള ആ പ്രഭാവമാണ് വേണ്ടത്. ഇതിന് വിദ്യാർത്ഥികൾ എടുത്തിരുന്ന വൃത്തം, ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തങ്ങളുണ്ട്. വിദ്യാർത്ഥി ഹോമം, വിദ്യാർത്ഥി മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും കഴിഞ്ഞാൽ പേപ്പർ കാണും, നിങ്ങളത് വായിച്ച് നോക്കുക. ഇവിടെ കുട്ടികൾക്കെല്ലാം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ഒരു കാര്യം പ്രതിജ്ഞ എടുക്കുന്നത്, ഒന്ന്, ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. നമ്മുടെ ഈ ശരീരം ഉണ്ടെങ്കിലാണ് നമുക്ക് ധാർമ്മികമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അതിന് കരുത്ത് വേണം. രണ്ടാമത്തെ കാര്യം, ഞാൻ പഠിക്കുന്നത് പ്രതിഭാ വികാസനാർത്ഥം. പ്രതിഭ, നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഈ പ്രതിഭ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും ഒന്നും ഒതുങ്ങുന്നതല്ല. ഇൻഫിനിറ്റ് ഫീൽഡാണ്, ഇൻഫിനിറ്റ് സ്കോപ്പാണ് മനുഷ്യൻ്റെ. അനന്ത ആകാശം മാതിരിയാണ് ഓരോ വ്യക്തിയുടെയും കഴിവുകൾ. ഇതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളത്. പിന്നൊന്ന്, നമ്മുടെ എല്ലാത്തിൻ്റെയും കാതലായിട്ടുള്ള ലക്ഷ്യം സന്തോഷമായിട്ടിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയാം? ഒരു കുട്ടി സന്തോഷമായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ എന്തൊക്കെ ചെയ്ത് എത്ര പണം ഉണ്ടായിട്ടുണ്ടാ കാര്യം? ഒരു ചെറിയ കഥ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഗോ ഫോർവേഡ് എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ ഒരു കഥയുടെ ചിലപ്പോൾ ചുരുക്കം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വെറും ഒരു സാധാരണ മരംവെട്ടുകാരൻ വിറക് വെട്ടിയിട്ട് പൈസ ഉണ്ടാക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ചന്ദനത്തിനെ കണ്ടെത്തി. ഒരു ഗുരു പറഞ്ഞു, നീ മുമ്പോട്ട് പോകും, എന്തെങ്കിലും കഷ്ടപ്പെടണം, ഗോ ഫോർവേഡ്. അയാൾ വീണ്ടും മുമ്പോട്ട് പോയി. അപ്പോഴാണ് ഈ കാട കഴിഞ്ഞപ്പോൾ അയാൾ ചന്ദനമരങ്ങൾ കണ്ടു. അത് വെട്ടിക്കൊണ്ട് നിന്നിട്ട് പൈസക്കാരനായി. വീണ്ടും മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അയാൾ വെള്ളിക്കനി, ചെമ്പ് കനി, അതിനുശേഷം സ്വർണ്ണക്കനി, പിന്നെ ഡയമണ്ട്, റൂബിള്, ഇതൊക്കെ കണ്ടു. അങ്ങനെ ഓരോ പ്രാവശ്യവും കൊണ്ടുവരുന്നതോറും പണത്തിന് അങ്ങ് ഓരോ പ്രാവശ്യവും അയാൾ പോയി കഴിയുമ്പോൾ ഏതാനും കാലം അതുമായിട്ട് ജീവിക്കും. അപ്പോൾ അയാളുടെ പണം ഒന്ന് കണക്ക് കൂട്ടാൻ കുട്ടികളോട് പറഞ്ഞു, എത്ര ഉണ്ടായിരിക്കും ഒരു മാസം ഇത്രയും സ്വർണ്ണം വെച്ച് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇത്രയും രത്നങ്ങളോ ഇതൊക്കെ കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും അയാളുടെ പണം, എന്ത് ചെയ്യും ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. എന്ത് ചെയ്യും പണം നിങ്ങൾക്കിപ്പോൾ ഇതേപോലെ പോയി പൈസ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഓരോരുത്തരുടെ ഭാവനയിൽ ജീവിതത്തിൻ്റെ ഉദ്ദേശം ധനസമ്പാദനമാണ് എങ്കിൽ, ഇങ്ങനെ മുമ്പോട്ട് പോയി പണം മുഴുവൻ ശേഖരിക്കാൻ കഴിയുവാണെങ്കിൽ എന്ത് ചെയ്യുന്ന അവസാനം ലക്കിലടയും. അത്രയധികം പണമാണ്, കോടി. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഒരു കുട്ടികളും മടുത്തു. അവസാനം എല്ലാ പൈസ രാമകൃഷ്ണ മിഷനെ കൊടുത്തിട്ട് ഞാൻ വെറുതെ ഇരിക്കാൻ പോകും. ഒരു കുട്ടി എഴുതിയതാണ്. അപ്പോൾ ഇതേപോലെ
നമ്മുടെ ഈ സമ്പത്ത്, ഈ ഭൗതികമായ വില എന്ന് പറയുന്നത് എത്ര കൂടിക്കഴിഞ്ഞാലും കുട്ടികളുടെ ഇടയിൽ പോലും കൊണ്ട് ഈ ഒരു ഭാവന ഇതുകൊണ്ടൊന്നും നമ്മൾ എത്തേണ്ടടുത്ത് എത്തുന്നില്ല എന്ന്. അപ്പോൾ അത് നമ്മൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് അവരെ കൊണ്ട് എന്തിനാണോ ജീവിതം വേണ്ടത് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ. പ്രതിഭാവികാസനാർത്ഥം, അതാണ് ഒരു വ്രതം. വിദ്യാർത്ഥികൾ തപസ്സുകളായിരിക്കണം. എന്താണ് തപസ് വിദ്യാർത്ഥി ചെയ്യുന്നത്? ഒന്ന് അധ്യയനം, പഠനം തന്നെയാണ്. അതിന് അവരാചരണം, ആചാരനിരതോഭവം, അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ നിത്യ അനുഷ്ഠാനങ്ങൾ വേണം. അതില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഒരാഴ്ചയൊക്കെ സ്കൂളിൽ പോയി കഷ്ടപ്പെട്ട് വന്നാലേ കിടന്നുറങ്ങിക്കോട്ടെ, ഞായറാഴ്ച ഉറങ്ങിക്കോട്ടെ. ആചാരനിരതോഭവ, ആചാര അനുഷ്ഠാനങ്ങളിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. അതാണ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു വസ്തുത. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പം എന്താണേലും ജീവിതത്തിനൊരു നല്ല ചര്യ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ അവരനുസരിക്കില്ല, ചെയ്ത് കാണിച്ചു കൊടുക്കുകയും അവരുടെ ഒപ്പം കൂടുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഫോളോ ചെയ്യും. ഒരു സംശയമില്ല. നിങ്ങൾ ചെയ്യാം, നിങ്ങൾ പഠിച്ചോ. എന്നിട്ട് രക്ഷിതാക്കൾ മൊബൈലും ടി വി ആയിട്ടിരിക്കും. ഈ കുട്ടികൾ പഠിച്ചണം. പോയി പ്രാർത്ഥിക്കുക, വിളക്ക് കത്തിക്കുക. പല വീട്ടിലും അങ്ങനെയുണ്ട്, പല വീട്ടിലും അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിപ്പോൾ പഠിച്ച് വലിയ ആളായാൽ പോലെ. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ പഴഞ്ചനാണ്. പല കുട്ടികളുടെ ഉള്ളിൽ ഈ ചിന്തയാണ്. നമ്മുടെ ഈശ്വര സങ്കല്പം, നമ്മുടെയൊക്കെ ധാരണ ഈശ്വരങ്ങളിൽ നമുക്കറിയാത്ത എന്തൊരു സംഭവം. അതിനുവേണ്ടി സമയം കളയണ്ട. ഇങ്ങനെയൊക്കെ ധാരണ രക്ഷിതാക്കൾക്ക് ഉള്ളതുകൊണ്ട് കുട്ടികളിൽ അതേ ധാരണയുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്നത് വേറെ വലിയൊരു സംഭവമൊന്നുമല്ല, കേവല സത്യമാണ്. അതാണ് ശ്രീരാമകൃഷ്ണൻ കണ്ടെത്തിയിട്ടുള്ളത്, സത്യം. നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഈശ്വരൻ സത്യമാണ്. ഈ സത്യം എന്താണ് തിരിച്ചറിയലാണ് ഈശ്വര അന്വേഷണം. അതിൽ ഏതെല്ലാം വഴികളിലൂടെയാണ്. എന്താണ് സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ? അതുകൊണ്ട് പല രക്ഷിതാക്കളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇങ്ങനെ ജീവിച്ചു പോകും. രാവിലെ എഴുന്നേറ്റു, ഓരോരോ ജോലികൾ ചെയ്തു, അവസാനം ഒരു ദിവസം അങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ. വയസ്സായി കഴിയുമ്പോൾ മക്കൾക്കും വേണ്ട, ബാക്കി ബന്ധുക്കൾക്കും വേണ്ട, രോഗം വന്ന് വീട് കയറാൻ പോയി. കട്ടപ്പോലെയായ ജീവിതം. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃതാർത്ഥത എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. നമ്മൾക്കുള്ള എന്ത് സാധനങ്ങളുണ്ടെങ്കിലും ഇതൊന്നും, ചുറ്റിനും വലിയ മണിമാളികളുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, പരിചാരകരുണ്ട്. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ കൈ അനങ്ങില്ല എങ്കിൽ, അത് എടുത്തു കൊടുക്കാൻ ആളില്ല എങ്കിൽ എന്ത് പ്രയോജനം? ഇതെല്ലാം കൊണ്ട് എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് ആന്തരികമായ നിർവൃതി ഉണ്ടാവണം. അതിന് നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ പഠിക്കണമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്കുള്ളതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ, അതാണ് ജീവിതം. നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പരിഗണന, ആ ഒരു സേവനം, അത് നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന സേവനം അത് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ന് ഒറ്റയ്ക്കാൻ പോകും. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞ മഹത്തായ ഒരു പാഠമാണ് അൺസെൽഫിഷ്നെസ് ഈസ് ഗോഡ്, സെൽഫിഷ്നെസ് ഈസ് ഡെവിൾ. ഈ സ്വാർത്ഥത എന്ന ചെകുത്താൻ നമ്മുടെ ഉള്ളിൽ കടന്നിരിക്കുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. നമ്മുടെ കുട്ടികളുള്ള സ്നേഹം ഒരിക്കലും സ്വാർത്ഥപരമാകരുത്. ഇത് എൻ്റെ കുട്ടി, എൻ്റെ പാത്രം കൂട്ടി, അവരങ്ങനെയാവണം, ഇങ്ങനെയാവണം. ഇത് നമ്മുടെ സ്വാർത്ഥതയാണ്. ആ കുട്ടികളുടെ സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അംബീഷൻ ഇത് അടിച്ചേൽപ്പിച്ചിട്ട് അങ്ങനെയാവണം, ഇങ്ങനെയാവണം. അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. സ്റ്റഡി യുവർ ഓൺ ചിൽഡ്രൻ. ഫോർ ദാറ്റ് യു നീഡ് ടൈം. ഗീവ് യുവർ ടൈം, ഗീവ് യുവർ എനർജി, ഗീവ് യുവർ ലവ്. ദി ചിൽഡ്രൻ ആൻഡ് ഓൾ ദോസ് തിങ്സ് വിൽ കം ബാക്ക്. ഇതാണ് രഹസ്യം. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ ആണ് ഇവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പറഞ്ഞു കൊടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അധികം ഒന്നും ചെയ്യാനുള്ള വേദിയോ അവസരമോ സമയമോ ഒന്നും ഇവിടെ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി രക്ഷിതാക്കൾക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് കേൾക്കാൻ ആണ് നമുക്ക് താല്പര്യം. ആർക്ക് വേണമെങ്കിലും വരാം, പറയാം. 1 മിനിറ്റോ 2 മിനിറ്റോ ഇല്ല. ഓക്കെ, വെൽക്കം.